മരങ്ങൾ തിങ്ങി നിറഞ്ഞ അധികം വണ്ടികളൊന്നുമില്ലാത്ത റോഡിലൂടെ നിദ്രയും ഷോണും തങ്ങളുടെ ബുള്ളറ്റ് യാത്ര തുടരുകയാണ്. ഏറെ ദൂരം പിന്നിട്ടതും ഇരുവർക്കും വിശന്നു തുടങ്ങി. വഴിയരികിൽ കാണുന്ന തട്ടുകടയ്ക്ക് മുന്നിൽ ഷോൺ തൻ്റെ ബുള്ളറ്റ് ഒതുക്കി നിർത്തി. അവിടെ നിന്ന് ചായയും എണ്ണപ്പലഹാരവും കഴിച്ച് അവരെ യാത്ര തുടർന്നു. പച്ചപ്പുള്ള താഴ്വരയും നെൽപ്പാടവും താമരപ്പാടവും കടന്ന് ഷോണിൻ്റെ ബുള്ളറ്റ് മുന്നോട്ട് നീങ്ങി. സായാഹ്നത്തിൻ്റെ സ്വർണ്ണനിറം പതിയെ ഭൂമിയിലാകെ പടരാൻ തുടങ്ങി. കാറ്റിൻ്റെ തണുപ്പ് കൂടിയതോടെ നിദ്ര തൻ്റെ കൈകൾ ഷോണിൻ്റെ അരയിൽ ഒന്നുകൂടി മുറുക്കി പിടിച്ചു. വളവുകളും കയറ്റിറക്കങ്ങളും നിറഞ്ഞ ആ ഗ്രാമീണ പാതയിലൂടെ ബുള്ളറ്റ് ഗംഭീരമായി ഇരമ്പിക്കൊണ്ടിരുന്നു. യാത്രയ്ക്കിടെ അവർ കണ്ട കാഴ്ചകളെല്ലാം മനസ്സിൽ പതിഞ്ഞുകൊണ്ടിരുന്നു. അകലെയായി മലനിരകൾ നീലനിറ പുതപ്പണിഞ്ഞതുപോലെ ഉയർന്നു നിൽക്കുന്നത് കാണാമായിരുന്നു. ഇച്ചായ, ഇനി എത്ര ദൂരമുണ്ട്? ഷോണിൻ്റെ തോളിൽ താടി ചേർത്ത് നിദ്ര ചോദിച്ചു. ഇനി കുറച്ചുകൂടി മാത്രം. പക്ഷേ ഈ യാത്ര ഒരിക്കൽ അവസാനിക്കാതിരുന്നാൽ നന്നായിരുന്നു. ചെറുചെറിയോടെ ഷോൺ മറുപടി പറഞ്ഞു. ആ വാക്കുകൾ കേട്ട് നിദ്രയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവർ മുന്നോട്ട് നീങ്ങുമ്പോൾ ആകാശം ഓറഞ്ചും പിങ്കും കലർന്ന നിറങ്ങളാൽ അലങ്കരിക്കപ്പെട്ടു. പെട്ടെന്ന് ഒരു ചെറിയ പാലത്തിന് സമീപത്തെത്തിയപ്പോൾ ഷോൺ ബുള്ളറ്റിൻ്റെ വേഗം കുറച്ചു. പാലത്തിനടിയിലൂടെ ശാന്തമായി ഒഴുകുന്ന നദിയും അതിനു മുകളിലൂടെ പറന്നു പോകുന്ന വെള്ളക്കൊക്കുകളും അവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. ഇച്ചായ, ഒരു 5 മിനിറ്റ് ഇവിടെ ഒന്ന് നിർത്തുമോ? നിദ്ര ആവേശത്തോടെ ചോദിച്ചു. ഷോൺ ബുള്ളറ്റ് പാലത്തിൻ്റെ അരികിലേക്ക് ഒതുക്കി നിർത്തി. ഇരുവരും വണ്ടിയിൽ നിന്നിറങ്ങി കൈവരിയിൽ ചാരി നിന്നുകൊണ്ട് ഒഴുകുന്ന വെള്ളത്തിലേക്ക് നോക്കി. യാത്രയുടെ ക്ഷീണത്തേക്കാൾ ആ നിമിഷത്തിൻ്റെ സൗന്ദര്യമായിരുന്നു അവരെ കീഴടക്കിയത്. കുറച്ചുനേരം അവിടം ചിലവഴിച്ചു അവർ തങ്ങളുടെ യാത്ര തുടർന്നു. അതിനിടയിൽ വഴിയോരത്ത് നിർത്തിയ ഐസ്ക്രീം കടക്കാരനെ കണ്ട് നിദ്ര ഷോണിനെ മെല്ലെ തോണ്ടി. നിദ്രയുടെ ആ ചെറിയ തോണ്ടൽ മനസ്സിലായതുപോലെ ഷോൺ തല ചെറുതായി തിരിച്ചു നോക്കി. എന്താ? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. റോഡരികിൽ ഒരു പഴയ സൈക്കിളിനോട് ചേർത്ത് നിർത്തിയിരിക്കുന്ന ഐസ്ക്രീം വണ്ടിയിലേക്ക് കണ്ണു കാട്ടി നിദ്ര കുട്ടിക്കളിയോടെ ചുണ്ട് മലർത്തി. ഐസ്ക്രീം വേണം. ഇത്തിരി നേരം മുമ്പല്ലേ ചായയും പലഹാരം കഴിച്ചത്? ഷോൺ കളിയാക്കി. അതൊക്കെ വേറെ, ഐസ്ക്രീം വേറെ, നിദ്ര വാശി പിടിച്ച കുട്ടിയെപ്പോലെ പറഞ്ഞു. അവളുടെ മുഖഭാവം കണ്ട ഷോണിന് ചിരി അടക്കാനായില്ല. ബുള്ളറ്റിൻ്റെ വേഗം കുറച്ചവൻ ഐസ്ക്രീം വിൽപ്പനക്കാരൻ്റെ അരികിൽ നിർത്തി. 2 കോൺ ഐസ്ക്രീം, ഷോൺ അയാളോട് പറഞ്ഞു. ഐസ്ക്രീം കടക്കാരൻ അവർക്ക് നേരെ ഐസ്ക്രീം നീട്ടിയതും 2 ഐസ്ക്രീം അവൻ അവൾക്ക് നേരെ നീട്ടി. നിദ്ര അത് വാങ്ങി ആദ്യ നുണവ് നാവിൽ തൊട്ടതും കണ്ണുകളടച്ച് ആ രുചി ആസ്വദിച്ചു. അവൾ 2ഉം കൂട്ടിപ്പിടിച്ച് ഒരുമിച്ച് നുണഞ്ഞു. വാവ്, ഇതാണ് ജീവിതം, അവൾ സന്തോഷത്തോടെ പറഞ്ഞു. അതെ, ബുള്ളറ്റ് യാത്ര, സായാഹ്ന കാറ്റ്, ഐസ്ക്രീം, പിന്നെ ഒരു ശല്യക്കാരിയും, ഷോൺ പറഞ്ഞു. ആ ശല്യക്കാരി ആരാണെന്ന് കൂടി പറഞ്ഞ് നിദ്ര അവൻ്റെ കയ്യിൽ മെല്ലെ അടിച്ചു. ഇരുവരുടെയും ചിരി ആ ഗ്രാമീണ സായാഹ്നത്തിൽ അലിഞ്ഞു ചേർന്നു. ഷോൺ അവളുടെ കയ്യിൽ നിന്നും അവൾ നുണഞ്ഞ ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കഴിച്ചു. അത് കഴിച്ചു കഴിഞ്ഞ് പല വർണ്ണത്തിലുള്ള കാൻഡിയും കൂടി അവർ ടേസ്റ്റ് ചെയ്തു. അയാൾക്ക് പൈസ നൽകി ഇരുവരും വീണ്ടും ബുള്ളറ്റിനരികിലേക്ക് നടന്നു. സായാഹ്നത്തിൻ്റെ സ്വർണ്ണ വെളിച്ചം പതിയെ മങ്ങി തുടങ്ങിയിരുന്നു. ചുറ്റുമുള്ള വയലുകൾക്ക് മുകളിൽ ഇളം മഞ്ഞു മൂടൽ വീഴാൻ തുടങ്ങുകയും കാറ്റിന് കൂടുതൽ തണുപ്പ് കൈവരികയും ചെയ്തു. ബുള്ളറ്റിൻ്റെ ഹാൻഡിലിൽ കൈവച്ച് ഷോൺ തിരിഞ്ഞു നോക്കിയപ്പോൾ കയ്യിലുണ്ടായിരുന്ന വർണ്ണക്കാൻഡിയുടെ അവസാനം കഷ്ണം നുണഞ്ഞുകൊണ്ട് നിദ്ര അവനെ നോക്കി പുഞ്ചിരിക്കുകയായിരുന്നു. ഇനി പോവാമോ മാഡം? അവൻ തമാശയായി ചോദിച്ചു. പോവാലോ, പക്ഷേ അടുത്തെന്തെങ്കിലും നല്ലത് കണ്ട വീണ്ടും നിർത്തണം, നിദ്ര കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പോൾ ഇന്ന് ലക്ഷ്യസ്ഥാനെത്താൻ പറ്റുമോയെന്ന് സംശയമാണ്, ഷോൺ പറഞ്ഞു. യാത്ര ആസ്വദിക്കാനല്ല ഇറങ്ങിയേ, അല്ലാതെ ഓടിയെത്താനല്ലല്ലോ, അവൾ മറുപടി പറഞ്ഞു. ആ വാക്കുകൾ കേട്ട് ഷോൺ ചെറുതായി തല കുലുക്കി ശേഷം ബുള്ളറ്റിൽ കയറി എൻജിൻ സ്റ്റാർട്ട് ചെയ്തു. ഇച്ചായ, ഇനി കുറച്ചു നേരം ഞാൻ ഓടിക്കട്ടെ, എനിക്ക് ബുള്ളറ്റ് ഓടിക്കാൻ അറിയാന്നേ. നിദ്രയുടെ വാക്കുകൾ കേട്ട് അവൻ അവളെ ഒന്ന് നോക്കി. ഓഹോ, മാഡത്തിന് ബുള്ളറ്റ് ഓടിക്കാൻ അറിയോ? അറിയാന്നല്ല, നന്നായി അറിയാം, നിദ്ര അഭിമാനത്തോടെ പറഞ്ഞു. ഇച്ചായന് വിശ്വാസമില്ലെങ്കിലേ കണ്ടോളൂ, ഞാനേ ഇപ്പോൾ ഓടിച്ച് കാണിച്ചു തരാം. ഷോൺ ഒന്ന് ചിരിച്ചു. വിശ്വാസക്കുറവൊന്നുമില്ല, പക്ഷേ ഈ 350 കിലോ ഭാരമുള്ള സാധനത്തെ നീ കൈകാര്യം ചെയ്യോ എന്നാണ് സംശയം. എൻ്റെ ഇച്ചായ, എൻ്റെ ഭാരമൊന്നേ ഈ ബുള്ളറ്റിനില്ലെന്നേ, അതറിയോ ചായന്? ശരി ശരി,
ഞാൻ തോറ്റു. ഷോൺ കൈ ഉയർത്തി കീഴടങ്ങുന്നത് പോലെ കാണിച്ചു. നിദ്ര വിജയഭാവത്തിൽ പുഞ്ചിരിച്ചുകൊണ്ട് ഡ്രൈവർ സീറ്റിലേക്ക് കയറി. ഷോൺ പിന്നിലെ സീറ്റിലിരുന്നു. പതുക്കെ പോണം കേട്ടോ, എനിക്ക് ഇനിയും ജീവിക്കണം. ഒരു 5-6 കൊച്ചുങ്ങളുടെ അപ്പനൊക്കെ ആവാനുള്ളതാ, അവൻ പറഞ്ഞു. 5-6? അതങ്ങ് കുറഞ്ഞു പോയില്ലേ ഡോക്ടറെ, നമുക്കൊരു 10 ഉറപ്പിച്ചാലോ? നിദ്രയുടെ മറുപടിയിൽ ഷോണിൽ പുഞ്ചിരി വിരിഞ്ഞു. അടുത്ത നിമിഷം അവൾ ബുള്ളറ്റിൻ്റെ ക്ലച്ച് അമർത്തി ഗിയറിട്ടു. എഞ്ചിൻ്റെ ഇരമ്പലിനൊപ്പം ബുള്ളറ്റ് പതിയെ മുന്നോട്ട് നീങ്ങി. സൂര്യൻ പടിഞ്ഞാറൻ ആകാശത്തിൻ്റെ അരികിലേക്ക് താഴ്ന്നു. സ്വർണ്ണ നിറമുള്ള വെളിച്ചം വയലുകൾക്ക് മുകളിലൂടെ ഒഴുകി. തണുത്ത കാറ്റ് മുഖത്തടിച്ചപ്പോൾ നിദ്രയുടെ മുടിയിഴകൾ കാറ്റിൽ പാറി. പിന്നിലിരുന്ന ഷോൺ അവളുടെ മുടിയിലേക്ക് മുഖം പൂഴ്ത്തി. ഒരു നിമിഷം മിണ്ടാതിരുന്നു. എന്താ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്? നിദ്ര ചോദിച്ചു. ഒന്നുമില്ല, അവൻ മറുപടി പറഞ്ഞു. പിന്നെ നീ ഓടിക്കുന്നതും ഈ സായാഹ്നവും പിന്നെ ഈ നിമിഷവും എല്ലാം ചേർന്നപ്പോൾ യാത്ര കുറച്ചുകൂടെ മനോഹരമായെന്ന് തോന്നി. അവളുടെ വയറിലൂടെ കൈയിട്ട് മുറുക്കി പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ആ നിമിഷം അവളുടെ ചുണ്ടിൽ ഒരു ചെറുപുഞ്ചിരി വിരിഞ്ഞു. ബുള്ളറ്റ് നീണ്ട റോഡിലൂടെ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്നാണ് അവർക്ക് മുന്നിൽ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ഒരു ബ്ലാക്ക് ബൊലേറോ വന്ന് നിർത്തുന്നത്. നിദ്ര, ബ്രേക്ക്! പിന്നിലിരിക്കുന്ന ഷോൺ ഉറക്കെ പറഞ്ഞു. നിദ്ര പെട്ടെന്ന് ഫ്രണ്ട് ബ്രേക്കും റിയർ ബ്രേക്കും ഒരുമിച്ച് അമർത്തി. ടയറുകൾ റോഡിൽ ഉരസിയൊരു ശബ്ദത്തോടെ ബുള്ളറ്റ് ഏതാനും അടി മുന്നിൽ നിന്നു. ഇരുവരുടെയും ഹൃദയം ഒരു നിമിഷം ശക്തമായി മിടിച്ചു. ബൊലേറോയുടെ കറുത്ത ഗ്ലാസുകൾക്കപ്പുറം ഒന്നും കാണാനായില്ല. റോഡിന് ഇരുവശവും മരങ്ങൾ തിങ്ങി നിറഞ്ഞിരുന്നു. സന്ധ്യയുടെ വെളിച്ചം മങ്ങിത്തുടങ്ങിയതോടെ അന്തരീക്ഷത്തിന് ഒരു വിചിത്രമായ നിശബ്ദത കൈവന്നിരുന്നു. ഇച്ചായ, നിദ്ര പതിയെ വിളിച്ചു. എന്താ ഇത്? ഷോണിൻ്റെ കണ്ണുകൾ ബൊലേറോയിൽ തന്നെ പതിഞ്ഞിരുന്നു. അറിയില്ല, പക്ഷേ എന്തോ ഒരു പന്തികേട് തോന്നുന്നു. അതേ നിമിഷം ബൊലേറോയുടെ വാതിലുകൾ ഒന്നൊന്നായി തുറന്നു. അകത്ത് നിന്നും 4 പേര് പുറത്തിറങ്ങി. കറുത്ത ഷർട്ടും ജീൻസും ധരിച്ചവർ നേരെ ബുള്ളറ്റിനരികിലേക്ക് നടന്നു വന്നു. നിദ്രയുടെ വിരലുകൾ ഹാൻഡിലിൽ മുറുകി. ഇച്ചായ, ഇവരൊക്കെ ആരാ? പേടിക്കേണ്ട, ഞാനില്ല കൂടെ, ഷോൺ ശാന്തമായി പറഞ്ഞു. ഷോൺ ബുള്ളറ്റിൽ നിന്നിറങ്ങി അവർക്ക് നേരെ തിരിഞ്ഞു. ആരാ നിങ്ങൾ? എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഷോണിൻ്റെ സ്വരം സാധാരണ നിലയിലായിരുന്നു. ആ ചോദ്യം കേട്ട് മുൻപന്തിയിൽ നിൽക്കുന്നവൻ ഒന്നുറക്കെ ചിരിച്ചു. ശേഷം മറുപടി ഒന്നും പറയാതെ ഷോണിൽ നേരെ ആഞ്ഞു ചവിട്ടിയതും പ്രതീക്ഷിക്കാതെയുള്ള പ്രവൃത്തി ആയതുകൊണ്ട് ഷോൺ ഒന്ന് വേച്ചുപോയി. ആ വീഴ്ചയിൽ അവൻ്റെ തല തൊട്ടരികിലെ മരത്തിൽ ചെന്നിടിച്ചു. നെറ്റി ചെറുതായി പൊട്ടി രക്തം വന്നു. ഇച്ഛായ! നിദ്രയുടെ നിലവിളി ആ നിശബ്ദതയെ കീറി മുറിച്ചു. ഷോണിൻ്റെ നെറ്റിയിൽ നിന്നും രക്തം ഒലിക്കുന്നത് കണ്ടതും അവളുടെ ഉള്ളിലൂടെ ഒരു ഭയം മിന്നൽ പോലെ കടന്നുപോയി. അവൾ അവൻ്റെ അരികിലേക്ക് ഓടി. ഇച്ചായ, എന്താ ചോര? അവൻ്റെ നെറ്റിയിലെ രക്തത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് നിദ്ര പറഞ്ഞു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഒന്നുമില്ലടാ, നീ ഇവിടെ തന്നെ നിൽക്ക്. എന്ത് വന്നാലും അങ്ങോട്ട് വരരുത്. അവളുടെ കവിളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു അവൻ. തൻ്റെ ഫോണും വാച്ചും അവളെ ഏൽപ്പിച്ചു. ശേഷം അവൻ അവർക്ക് നേരെ തിരിഞ്ഞു. മരത്തിലിടിച്ച ആഘാതത്തിൽ തല ഒന്ന് കറങ്ങിയെങ്കിലും അവൻ്റെ കണ്ണുകളിൽ ഇപ്പോൾ വേറൊരു തീപ്പൊരി കത്തിയിരുന്നു. രക്തം കൈകൊണ്ട് തുടച്ചു മാറ്റി അവൻ പതിയെ മുന്നോട്ട് നടന്നു. ഇത്രയുള്ളൂ നിൻ്റെയൊക്കെ ധൈര്യം? ഷോൺ ശാന്തമായി ചോദിച്ചു. എൻ്റെ ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റാത്തതുകൊണ്ട് നേരെ ആക്രമിക്കുകയാണോ? ഷോണിൻ്റെ ചോദ്യം കേട്ട് മുന്നിൽ നിന്നവൻ വീണ്ടും ചിരിച്ചു. ആ ചിരി കണ്ട് അടുത്ത നിമിഷം ഷോണിൻ്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. മുൻപിൽ നിന്നവൻ പരിഹാസത്തോടെ ചിരിച്ചു. അടുത്ത നിമിഷം അവൻ ഷോണിന് നേരെ പാഞ്ഞു വന്നു. പക്ഷേ അവൻ്റെ കൈ ഷോണിൻ്റെ മുഖത്തേക്ക് എത്തുന്നതിന് മുൻപേ ഷോണിൻ്റെ വിരലുകൾ അവൻ്റെ കൈമുട്ടിൽ മുറുകെ പിടിച്ചിരുന്നു. ഇനി എൻ്റെ ഊഴം. ഷോണിൻ്റെ ശബ്ദം താഴ്ന്നതായിരുന്നു. ഒറ്റ വലിക്കലിൽ അവനെ മുന്നോട്ട് കൊണ്ടുവന്ന് വയറ്റിലൊരു മുഷ്ടിപ്രഹരം കൊടുത്തു. ശ്വാസം മുട്ടിയവൻ പിന്നിലേക്ക് തെറിച്ചു വീണു. ബാക്കിയുള്ള 3 പേർ ഒരുമിച്ച് ആക്രമിക്കാൻ മുന്നോട്ട് വന്നു. നിദ്ര ഭയത്തോടെ നോക്കി നിന്നു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. ഒരു സിനിമ സ്റ്റൈൽ ഫൈറ്റ് സീൻ തന്നെ നടന്നു. നിദ്രയ്ക്ക് കണ്ണ് ചിമ്മാൻ പോലും അവസരം കിട്ടിയില്ല. എല്ലാവരും ജീവനും കൊണ്ട് വണ്ടിയിൽ കയറാൻ നേരം അവരുടെ പിന്നാലെ ഓടാനൊരുങ്ങിയ ഷോണിനെ നിദ്ര പിടിച്ചു നിർത്തി. നിദ്ര, നീ വിട്, അവരാരാണെന്നേ എനിക്കറിയണം. ഇച്ചായ, വേണ്ട, അവരേതോ തെരുവ് ഗുണ്ടകളാ. നമ്മളെ ആക്രമിച്ചു പണം തട്ടുകയായിരുന്നു അവരുടെ ലക്ഷ്യം. നിദ്ര, നീ വിട്ടേ. ഇല്ല, ഞാൻ വിടില്ല. അതും പറഞ്ഞ് നിദ്ര അവനെ ഇറുകെ പുണർന്നു.
നിദ്രയുടെ കൈകൾ ഷോണിൻ്റെ പുറത്ത് മുറുകി. അവളുടെ ഹൃദയമിടിപ്പ് പോലും അവന് വ്യക്തമായി കേൾക്കാമായിരുന്നു. ഇല്ല, ഞാൻ വിടില്ല, അവൾ വിറയലോടെ പറഞ്ഞു. ഇപ്പോഴെന്താ നടന്നതെന്ന് ഇച്ചായനറിയോ? ഇച്ചായൻ്റെ തല മരത്തിലിടിച്ചപ്പോഴേ ഒരു നിമിഷം എൻ്റെ ഹൃദയം പോലെ നിലച്ചു പോകുന്നു തോന്നി. ഷോൺ എന്തോ പറയാൻ ശ്രമിച്ചെങ്കിലും നിദ്ര അവൻ്റെ ഷർട്ടിൽ കൂടുതൽ മുറുകെ പിടിച്ചു. എനിക്ക് പേടിയായി ഇച്ചായ, എനിക്കെൻ്റെ ഇച്ചായനില്ലാതെ പറ്റില്ല. ആ വാക്കുകൾ കേട്ടപ്പോൾ ഷോണിൻ്റെ ദേഷ്യം പതിയെ അലിഞ്ഞു. അവൻ ഒരു ദീർഘനിശ്വാസം വിട്ടു. അല്പസമയം മുൻപ് ആക്രമിച്ചവരെ തേടി ഓടാൻ തയ്യാറായിരുന്ന അവൻ്റെ മനസ്സ് ഇപ്പോൾ അവളിലായിരുന്നു. ഏയ്, അവൻ മൃദുവായി വിളിച്ചു. നിദ്ര തല ഉയർത്തിയതേയില്ല. നിദ്ര, ഞാൻ ഇവിടെ തന്നെയുണ്ട്. ആ വാക്കുകൾ കേട്ടതും അവളുടെ കണ്ണുകളിൽ നിന്ന് 2 തുള്ളി കണ്ണുനീർ താഴേക്ക് വീണു. ഷോൺ അവളുടെ താടിയിൽ വിരൽ വെച്ച് മുഖം പതിയെ ഉയർത്തി. ഇത്ര ധൈര്യമുള്ള പെണ്ണ് കരയാ? ധൈര്യമൊക്കെ അത് വേറെയാ, അവൾ ചുണ്ട് കോട്ടിക്കണ്ട് പറഞ്ഞു. ഈ ചായന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ പേടിക്കും. ഷോണിൻ്റെ മുഖത്ത് ഒരു ചെറു പുഞ്ചിരി വിരിഞ്ഞു. അപ്പോഴേക്കും അവന്മാർ കാറിൽ കയറി രക്ഷപ്പെട്ടിരുന്നു. നിദ്ര തൻ്റെ തൂവാല കൊണ്ട് ഷോണിൻ്റെ നെറ്റിയിലെ രക്തം പതിയെ തുടച്ചു. മുറിവ് വലുതല്ലായിരുന്നെങ്കിലും ചുവന്ന രക്തത്തുള്ളികൾ അവൻ്റെ നെറ്റിയിലൂടെ ഒഴുകിയിറങ്ങുന്നുണ്ടായിരുന്നു. ഒന്ന് അടങ്ങി നിൽക്കേണ്ട ഇച്ചായ, അവൾ ശ്വാസിക്കുന്ന പോലെ പറഞ്ഞു. ഷോൺ ഒന്നും പറയാതെ അവളെ തന്നെ നോക്കി നിന്നു. അവളുടെ വിരലുകൾ നെറ്റിയിലെ മുറിവിൽ സ്പർശിക്കുമ്പോഴൊക്കെ അവൻ്റെ മുഖത്ത് ഒരു ചെറിയ ചുളിവ് തെളിഞ്ഞു. വേദനിക്കുന്നുണ്ടല്ലേ? നിദ്ര ആശങ്കയോടെ ചോദിച്ചു. ഇല്ല. കള്ളം പറയണ്ട. ഇല്ലെൻ്റെ പെണ്ണേ. അപ്പോൾ ഈ മുഖം എന്തിനാ ഇങ്ങനെ ചുളിയുന്നേ? അന്നേരം ഷോൺ ചെറുതായി ചിരിച്ചു. അത് മുറിവ് കൊണ്ടല്ല. പിന്നെ നീ ഇങ്ങനെ വിഷമിക്കുന്ന കാണുമ്പോഴേ എനിക്ക് സഹിക്കണ്ടേ? അവളുടെ കാതോരം പതിയെ ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. നിദ്ര അവനൊന്ന് തുറിച്ചു നോക്കി. തല പൊട്ടി രക്തം വരുന്നുണ്ട്. അതിനിടയിൽ റൊമാൻസിന് ഒരു കുറവുമില്ല. നിന്നോടല്ലേ എനിക്കിങ്ങനെ റൊമാൻറ്റിക് ആവാൻ പറ്റുള്ളൂ? പോടുന്നു, മതി കൊഞ്ചത്, അവൾ നാണം മറച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. കുറച്ച് നിമിഷങ്ങൾ ഇരുവരും ഒന്നും പറഞ്ഞില്ല. ചുറ്റും കാറ്റിൽ ഇലകൾ മാത്രം ശബ്ദമുണ്ടാക്കി. ഒടുവിൽ ഷോൺ ബുള്ളറ്റിൻ്റെ ഹാൻഡിലിൽ പിടിച്ചു. ഇനി പോവാമോ? നിദ്ര പതിയെ തലയാട്ടി. ഇത്തവണ ബുള്ളറ്റ് ഓടിച്ചത് ഷോൺ തന്നെയായിരുന്നു. യാത്ര വീണ്ടും തുടങ്ങി. സൂര്യൻ അസ്തമയത്തിലേക്ക് നീണ്ടിരുന്നു. റോഡിനിരുവശവും മരങ്ങളുടെ നിഴൽ വീണ്ടിരുന്നു. കാറ്റിന് നല്ല തണുപ്പ് വന്നിരിക്കുന്നു. കൃത്യം 7 മണിയായതും അവർ ലക്ഷ്യസ്ഥാനത്തെത്തി. ഗേറ്റിൻ്റെ ഇരുമ്പ് പാളികൾ പതിയെ തുറന്നു കിടന്നു. ഷോൺ ബുള്ളറ്റ് അകത്തേക്ക് ഓടിച്ചു കയറുമ്പോൾ നിദ്ര അത്ഭുതത്തോടെ ചുറ്റും നോക്കി. അതൊരു സാധാരണ വീടായിരുന്നില്ല. നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്ന് തോന്നിക്കുന്ന വലിയ 4 കെട്ട് തറവാട്. വിശാലമായ മുറ്റം, നടുവിൽ തുളസിത്തറ, ചുറ്റും പഴയ വിളക്ക് തൂണുകൾ. മങ്ങിയ സായാഹ്ന വെളിച്ചത്തിൽ ആ തറവാടിന് ഒരു പ്രത്യേക ഗാംഭീര്യം ഉണ്ടായിരുന്നു. ഷോണിൻ്റെ ബ്ലാക്ക് ഓഡി കാർ പോർച്ചിൽ നിർത്തിയിട്ടിട്ടുണ്ട്. ബുള്ളറ്റിൻ്റെ ശബ്ദം കേട്ട് അകത്തു നിന്നും 50 വയസ്സിനോട് പ്രായം തോന്നിക്കുന്ന ഒരാൾ ഇറങ്ങി വന്നു. ഡോക്ടർ സാറ് എന്താ ഇത്രയും വൈകിയേ? കൂട്ടുകാരന് കാർ ഇവിടെ വെച്ചിട്ടേ കീ എന്നെ ഏൽപ്പിച്ചിട്ട് പോയല്ലോ. ഷോൺ ബുള്ളറ്റിൻ്റെ എൻജിൻ ഓഫ് ചെയ്തുകൊണ്ട് ഒരു ചെറുപുഞ്ചിരിയോടെ അയാളെ നോക്കി. ഞങ്ങൾ യാത്രയൊക്കെ ആസ്വദിച്ചു വന്നതാ രാജേട്ടാ, ഷോൺ പറഞ്ഞു. അതെയോ? ഇരുട്ടുന്നത് കണ്ടതും ഞാനങ്ങ് പേടിച്ചു. അല്ല, ഡോക്ടർ സാറിൻ്റെ നെറ്റിക്ക് എന്ത് പറ്റിയതാ? ഓ, അത് പിന്നെ രാവിലെ വീട്ടിൽ വെച്ച് ചെറുതായി കാലൊന്ന് തന്നെ. ഡോക്ടർ സാറെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല രാജേട്ടാ, ഒരു കുഴപ്പമില്ല. രാജേട്ടൻ ആശ്വാസത്തോടെ തല കുലുക്കി. പിന്നെയായിരുന്നു അയാളുടെ നോട്ടം നിദ്രയിലേക്ക് നീണ്ടത്. ഇതാണല്ലേ ആള്? രാജേട്ടൻ്റെ ചോദ്യം കേട്ട് ഷോൺ ഒരു നിമിഷം നിദ്രയെ നോക്കി. അതെ, അത്ര മാത്രമേ അവൻ പറഞ്ഞുള്ളൂ. പക്ഷേ ആ ഒരു വാക്കിൽ തന്നെ രാജേട്ടന് വേണ്ട മറുപടി കിട്ടിയതുപോലെ തോന്നി. ഷോൺ ബുള്ളറ്റിൽ നിന്നും ഇറങ്ങി തൻ്റെ കൈ അവൾക്ക് നേരെ നീട്ടി. നിദ്ര അവൻ്റെ കൈ പിടിച്ച് ഇറങ്ങി. കാലുകൾ നിലത്ത് സ്പർശിച്ചതും അവളുടെ കണ്ണുകൾ വീണ്ടും ആ വലിയ തറവാടിന് മേൽ പതിഞ്ഞു. വലിയ മരത്തൂണുകൾ, ചുവന്ന ഓടുമേഞ്ഞ മേൽക്കുര, പഴക്കത്തിൻ്റെ കഥ പറയുന്ന ചുമരുകൾ എല്ലാം അവളെ ഒരേ സമയം ആകർഷിക്കുകയും ആശ്ചര്യപ്പെടുത്തുകയും ചെയ്തു. ഡോക്ടർ സാറേ, ഞാനും രമയും അപ്പുറത്ത് തന്നെ ഉണ്ടാവും കേട്ടോ.
എന്താവശ്യമുണ്ടെങ്കിലും ഒന്ന് വിളിച്ചാൽ മതി. അത്താഴം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതും പറഞ്ഞ് രാജേട്ടൻ ഗേറ്റ് കടന്ന് പുറത്തേക്ക് നടന്നു. അവിടുത്തെ കാര്യങ്ങളൊക്കെയും നോക്കി നടത്തുന്നത് രാജേട്ടനായിരുന്നു. തൊട്ടരികിൽ തന്നെയായിരുന്നു അയാളുടെ വീട്. അയാൾ പോയതും ഷോൺ നിദ്രയും ചേർത്ത് പിടിച്ചു അകത്തേക്ക് നടന്നു. ബെഡ്റൂമിലെത്തിയ നിദ്ര ചുറ്റും ഒന്ന് കണ്ണോടിച്ചു. ആ മുറിയും തറവാടിൻ്റെ ഗാംഭീര്യം മുഴുവൻ ഉൾക്കൊണ്ടതായിരുന്നു. കട്ടിയുള്ള തേക്ക് മരത്തിൽ നിർമ്മിച്ച വലിയ കട്ടിൽ, വെളുത്ത വിരിപ്പുകൾ, കൊത്തുപണികളുള്ള അലമാര, ചുമരുകളിൽ തൂക്കിയിട്ടിരുന്ന ചിത്രങ്ങൾ എല്ലാം തന്നെ ഒരു രാജകീയ ഭാവം നൽകി. മുറിയുടെ ഒരു വശത്ത് വലിയ ജനലുണ്ടായിരുന്നു. ജനലിലൂടെ പുറത്തേക്ക് നോക്കിയ നിലാവിൻ്റെ വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്ന മുറ്റവും തുളസിത്തറയും വ്യക്തമായി കാണാമായിരുന്നു. വാവ്! നിദ്രയുടെ ചുണ്ടുകളിൽ നിന്നും അറിയാതെ ആ വാക്കുകൾ പുറത്തു വന്നു. ഷോൺ ഒന്ന് ചിരിച്ചു. ഇഷ്ടായോ? ഷോൺ ചോദിച്ചു. ഇഷ്ടായോ എന്നോ? അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി. ഇത് വീടല്ലല്ലോ ഇച്ചായ, സിനിമയിൽ കാണുന്ന പഴയ കൊട്ടാരം പോലെയുണ്ട്. കൊട്ടാരമൊന്നുമല്ല, ഷോൺ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ കൂട്ടുകാരൻ ആദിയുടെ തറവാടാണ്. അവൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒറ്റ മോനായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത്. MBBS 2ാം വർഷം പഠിക്കുന്ന സമയത്താണ് ഒരു ആക്സിഡൻറ്റിൽ അവൻ്റെ അച്ഛനും അമ്മയും മരണപ്പെടുന്നത്. പിന്നീട് അവൻ ഇവിടെ താമസിച്ചിട്ടില്ല. ഞാനും അജുവും ആദ്യവും +2 വരെ ഒരുമിച്ചാണ് പഠിച്ചത്. അത്രയും പറഞ്ഞ ഷോണിൻ്റെ മുഖത്തെ ചിരി പതിയെ മങ്ങി. ആദിയുടെ ഓർമ്മകൾ അവൻ്റെ കണ്ണുകളിൽ ഒരു നിമിഷം നിഴലിച്ചു. ആ ആക്സിഡൻറ്റിന് ശേഷം ആദി ആകെ മാറിപ്പോയിരുന്നു, ഷോൺ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. പുറമേ കാണുമ്പോൾ കൂളായിട്ട് നടക്കും, പക്ഷേ ഉള്ളിൽ അവൻ ഒറ്റക്കായിരുന്നു. ഈ തറവാടും അവൻ അച്ഛനെയും അമ്മയും ഓർമ്മിപ്പിക്കുന്ന സ്ഥലമായി. നിദ്ര നിശബ്ദമായി കേട്ടു നിന്നു. മെഡിസിന് പഠിക്കുന്ന സമയത്ത് ഞാൻ പലവട്ടം അവനോട് ഇവിടെ വന്ന് താമസിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവൻ അധിക നേരം ഇവിടെ നിൽക്കാറില്ല. ഓരോ മുറിയിലും ഓരോ ഓർമ്മകളുണ്ടെന്ന് പറയും. ഷോൺ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. പിന്നെ ഞങ്ങൾ 3 പേരും ജീവിതത്തിൽ ഓരോ വഴികളിലേക്ക് പോയി. അജു പോലീസ് ട്രെയിനിങ്ങിനും, ഞാനും ആദ്യവും MBBS ഒരുമിച്ച് ചെയ്തെങ്കിലും അവൻ ഉപരിപഠനത്തിനായി വിദേശത്തേക്ക് പോയി. എങ്കിലും അവസരം കിട്ടുമ്പോഴൊക്കെ ഞങ്ങളിവിടെ കൂടും. രാത്രി മുഴുവനും സംസാരിച്ചിരിക്കും. മുറ്റത്ത് കിടന്ന് നക്ഷത്രങ്ങൾ എണ്ണും, ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണും. ഷോണിൻ്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു. അന്നത്തെ ആ സ്വപ്നത്തിൽ പെട്ടതായിരുന്നു ഇത്. ഷോൺ നിദ്രയെ പുണർന്നുകൊണ്ട് പറഞ്ഞു. ആ ദിവസങ്ങൾ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല. അതും പറഞ്ഞ് ഷോൺ ഒന്ന് ദീർഘമായി നിശ്വസിച്ചു. പക്ഷേ സൗഹൃദങ്ങൾ ഇപ്പോഴും ഉണ്ടല്ലോ ഇച്ചായ, അവൾ മൃദുവായി പറഞ്ഞു. ഷോൺ അവളെ ഒന്ന് നോക്കി. ഉണ്ട് ഇച്ചായ. അപ്പോൾ ഈ ആദി ഇപ്പം എവിടെയാ? അവനിപ്പോൾ ലണ്ടനിലാ. അവിടെ ഡോക്ടറാണ്. വർഷത്തിലൊരിക്കൽ ഇങ്ങോട്ട് വരും. പക്ഷേ ഈ തറവാട് നോക്കാൻ ആളുകളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. നിദ്ര വീണ്ടും മുറിയിലേക്കൊന്ന് കണ്ണോടിച്ചു. അതുകൊണ്ടാണോ എല്ലാം ഇത്രയും വൃത്തിയായി കിടക്കുന്നത്? അവളുടെ ചോദ്യത്തിന് മറുപടിയായി ഷോൺ ഒന്ന് മൂളി. ഞാൻ പിന്നെ വല്ലപ്പോഴും വന്ന് 2 ദിവസം ഇവിടെ താമസിക്കും. ഞാൻ വരുമെന്നറിഞ്ഞാൽ രാജേട്ടൻ എല്ലാം റെഡിയാക്കി വെക്കും. ഷോൺ അതും പറഞ്ഞ് ബെഡിലിരുന്ന് തൻ്റെ ഷൂസ് അഴിച്ചു മാറ്റി. നിദ്ര കട്ടിലിരുന്ന് ചുറ്റും നോക്കി. ഷോൺ ഓരോന്ന് ഓർത്തുകൊണ്ട് ബെഡിലേക്ക് പതിയെ ചാഞ്ഞു. മുറിയുടെ ഒരു ഭാഗത്ത് വെച്ചിരുന്ന തങ്ങളുടെ വസ്ത്രങ്ങൾ അടങ്ങിയ പെട്ടി തുറന്ന നിദ്രയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അതിനുള്ളിൽ നിറയെ സാരികളും ധാവണികളും സെറ്റുമുണ്ടും നേരിയതൊക്കെയായിരുന്നു. ഓരോന്നും എടുത്തു നോക്കുമ്പോഴും അവളുടെ ചുണ്ടിൽ നേർത്തൊരു പുഞ്ചിരി തെളിഞ്ഞു വന്നു. കുറച്ചു നാളെങ്കിലും അവളെ ഇത്തരത്തിലുള്ള വേഷങ്ങളിൽ കാണണം എന്നും പറഞ്ഞ് ഷോൺ അവൾക്കായി പ്രത്യേകം തെരഞ്ഞെടുത്ത് വാങ്ങിച്ചവയായിരുന്നു അവയെല്ലാം. ഇച്ചായൻ്റെ ഓരോരോ ആഗ്രഹങ്ങളെ എന്നും പിറുപിറുത്തുകൊണ്ട് ആ ബാഗിൽ നിന്നും ഇളം നീല നിറത്തിലുള്ള സാരി പുറത്തെടുത്തു. അതുമായി വാഷ്റൂമിൽ ചെന്ന് കുളിച്ച് ഫ്രഷായി തിരികെ വരുമ്പോഴേക്കും ഷോൺ നേരിയ മയക്കത്തിലായിരുന്നു. അവളവൻ്റെ അരികിൽ ചെന്ന് മുടിയിലെ വെള്ളം അവൻ്റെ മുഖത്തേക്ക് കുടഞ്ഞതും ഷോൺ ഞെട്ടിക്കണ്ണു തുറന്നു. ഒരു നിമിഷം എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകാതെ അവൻ അവളെ നോക്കി നിന്നു. പിന്നെ മുന്നിൽ നിൽക്കുന്ന നിദ്രയെ കണ്ടതും അവൻ്റെ കണ്ണുകളിൽ അത്ഭുതം നിറഞ്ഞു. ഇളം നീല സാരിയിൽ കുളി കഴിഞ്ഞതിൻ്റെ തഴമ്പോടെ നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ അവൻ കുറച്ചു നേരം ഒന്നും പറയാതെ ആ കാഴ്ച നോക്കി നിന്നു. എന്താ ഇച്ചായ ഇങ്ങനെ നോക്കുന്നേ? നിദ്ര ചിരിയോടെ ചോദിച്ചു. അടുത്ത നിമിഷം അവൻ അവളുടെ കൈ പിടിച്ച് തൻ്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു. പെട്ടെന്നുണ്ടായ നീക്കത്തിൽ നിദ്രയുടെ കണ്ണുകൾ വിടർന്നു. എന്നാൽ അടുത്ത നിമിഷം തന്നെ അവൾ അവൻ്റെ നെഞ്ചിൽ കൈകൾ ചേർത്ത് ശാന്തമായി നിന്നു. ഷോണിൻ്റെ ഹൃദയമിടിപ്പ് അവൾക്ക് വ്യക്തമായി കേൾക്കാമായിരുന്നു. ഇച്ചായ എന്തായത്? അവൾ പതിയെ വിളിച്ചു. ഷോൺ അവളുടെ മുഖത്തേക്ക് നോക്കി.
നനഞ്ഞ മുടിയിഴയിൽ നിന്ന് ഇനിയും വെള്ളത്തുള്ളികൾ അവളുടെ കവളിലൂടെ ഒഴുകിയിറങ്ങുന്നുണ്ടായിരുന്നു. എന്താ ഇത്? നിദ്ര ചിരിച്ചുകൊണ്ട് ചോദിച്ചു. എന്നെ ഇങ്ങനെ പേടിപ്പിക്കണോ? പേടിപ്പിച്ചതല്ല, ഷോൺ മൃദുവായി പറഞ്ഞു. കണ്ണു തുറന്നപ്പോൾ മുന്നിൽ നിന്നെ കണ്ടപ്പോൾ ഒരു നിമിഷം സ്വപ്നമാണെന്ന് തോന്നി. നിദ്രയുടെ ചുണ്ടിൽ ഒരു നാണപ്പുഞ്ചിരി വിരിഞ്ഞു. സ്വപ്നമൊന്നുമല്ല, ഇത് ഞാൻ തന്നെയാ. അറിയാം. അവൻ അവളുടെ സാരിത്തലപ്പ് മാറ്റി മാറിലേക്ക് മുഖം പൂഴ്ത്തിയതും അവളൊന്ന് പുളഞ്ഞു പോയിരുന്നു. ഇച്ചായ, എന്തായി കാണിക്കുന്നത്? എനിക്ക് പൂജാമുറി കയറി വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കണം. അവൾ പറഞ്ഞത് കേട്ടതും അവൻ അവളിൽ നിന്നും പിടിവിട്ടു. അവൾ സാരിത്തലപ്പ് നേരെയിട്ട് ബെഡിൽ നിന്നും എഴുന്നേറ്റ് മുറിയിൽ നിന്നിറങ്ങി നടന്നു. വാതിൽക്കൽ എത്തിയ നിദ്ര തിരിഞ്ഞു നോക്കി. അവൻ അപ്പോഴും അതുപോലെ കിടന്നിട്ടുണ്ട്. അതെ, പെട്ടെന്ന് കുളിച്ച് ഫ്രഷായി അങ്ങോട്ട് വന്നേക്കണം, എനിക്ക് നല്ല വിശപ്പുണ്ട്. അവൾ അതും പറഞ്ഞു പോയതും ഷോൺ ടവലും എടുത്ത് വാഷ്റൂമിലേക്ക് നടന്നു. കുളി കഴിഞ്ഞിറങ്ങിയ ഷോൺ വെളുത്ത മുണ്ടും കറുത്ത ഷർട്ടും ധരിച്ച് മുറിയിൽ നിന്നിറങ്ങി. ഭക്ഷണം കഴിഞ്ഞതും നിദ്രയും ഷോണും വീടിൻ്റെ നടുമുറ്റത്തേക്ക് ഇറങ്ങി. രാത്രിയുടെ ശാന്തത തറവാടിനെ മുഴുവൻ പൊതിഞ്ഞിരുന്നു. നടുമുറ്റത്തിൻ്റെ നടുവിൽ തെളിഞ്ഞു നിന്ന നിലവിളക്കിൻ്റെ മഞ്ഞ വെളിച്ചം ചുറ്റും മൃദുവായി പരന്നിരുന്നു. ആകാശത്ത് നക്ഷത്രങ്ങൾ തിളങ്ങി നിന്നു. എവിടെ നിന്നോ ഉള്ള രാത്രി പൂക്കളുടെ മണം കാറ്റിനൊപ്പം ഒഴുകിയെത്തി. നിദ്ര പടിക്കെട്ടിൻ്റെ അരികിലിരിക്കുകയായിരുന്നു. ഷോൺ അവളുടെ മടിയിൽ തല ചായ്ച്ച് കണ്ണടച്ച് കിടന്നു. നിദ്രയുടെ വിരലുകൾ പതിയെ അവൻ്റെ മുടിയിഴകളിലൂടെ ഓടി. ഇച്ചായ, ഇവിടെ വന്നിട്ട് എനിക്ക് എന്തോ ഒരു പ്രത്യേക സന്തോഷം തോന്നുന്നുണ്ട്. എന്നാ പിന്നെ നമുക്കിവിടെ തന്നെ അങ്ങ് കൂടാം, എന്തേ? ഷോൺ കണ്ണു തുറക്കാതെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതിനിടയിൽ അവളുടെ വയറിലേക്ക് മുഖം പൂഴ്ത്തി വയറിൽ നിന്നും സാരി മാറ്റി അവിടെ മുഖമിട്ടുരച്ചിയതും അവൾ അവൻ്റെ മുടിയിൽ പിടിമുറുക്കിയിരുന്നു. നിത്തു പെണ്ണെ, നീ എനിക്ക് അയച്ചു തന്ന ആ ഫോട്ടോയിലെ പോലെ ആ ഹോട്ട് കോസ്റ്റ്യൂം ധരിച്ചേ നമുക്ക് നാളെ ഒരുമിച്ച് കുളിക്കണം കേട്ടോ. അവൻ്റെ പറച്ചിൽ കേട്ട് അവൾ ചോദ്യഭാവത്തിൽ അവനെ നോക്കി. ഹോട്ട് കോസ്റ്റ്യൂം? അതെന്ത് സാധനം? അവളുടെ മുഖം ചുളുങ്ങി. ഓ, ഒന്നും അറിയാത്ത പോലെ. കൊച്ചു കള്ളി, കണ്ടപ്പോഴേ എൻ്റെ കണ്ണ് തള്ളിപ്പോയില്ലേ. നിന്നെ സമ്മതിച്ചൂട്ടാ. ആ കോസ്റ്റ്യൂമിൽ ഫോട്ടോ എടുത്തതും പോരാ, അതെനിക്ക് അയച്ചു തരികയും ചെയ്തു. ഇച്ചായ, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? അത് പിന്നെ നമ്മൾ പിണങ്ങി നിന്നപ്പോൾ നീ സെൻഡ് അടിച്ച് മെസ്സേജ് ഇട്ട് കുറച്ച് ഫോട്ടോസൊക്കെയും എനിക്ക് അയച്ചു തന്നായിരുന്നല്ലോ. അതിൻ്റെ കൂടെ ഉണ്ടായ ആ കുളിസിയും ഫോട്ടോ, അത് കണ്ടതും എൻ്റെ ദേഷ്യം മൊത്തം അലിഞ്ഞു പോയില്ലേ. ഒരു നിമിഷം നിദ്രയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. ആ ഫോട്ടോ ഒന്ന് കാട്ടിക്കേ, നിദ്ര കൈ നീട്ടി പറഞ്ഞു. ഷോൺ ചിരിച്ചുകൊണ്ട് ഫോൺ എടുത്തു. കുറച്ചു നേരം ഗാലറിയിൽ തിരഞ്ഞ ശേഷം അവളുടെ മുന്നിലേക്ക് സ്ക്രീൻ നീട്ടി. ഫോട്ടോ കണ്ടതും നിദ്രയുടെ കണ്ണുകൾ ബുൾസൈ പോലെയായി. ഈശ്വര, ഈ ഫോട്ടോ അവൾ നിങ്ങൾക്ക് അയച്ചു തന്നായിരുന്നോ? ഇച്ചായ, ഇത് ഞാൻ അയച്ചതല്ല, അവയുടെ പണിയാ. ഇത് അവളുടെ തറവാട്ടിൽ കുളിക്കാൻ പോയപ്പോൾ അവൾ എൻ്റെ ഫോണിൽ അറിയാതെ എടുത്തതാ. സത്യം, അത് പിന്നെ ഡിലീറ്റ് ചെയ്യാനും മറന്നു. ആയിക്കോട്ടെ, പക്ഷെ ഫോട്ടോ നിൻ്റേതാണല്ലോ. കണ്ടിട്ട് കണ്ണടിക്കാൻ തോന്നുന്നില്ല. നിന്റെ ഫോണിൽ നിന്നും ഡിലീറ്റ് ചെയ്തേക്ക്, അതിനി മറ്റാരും കാണണ്ട. പക്ഷെ ഞാൻ ഡിലീറ്റ് ചെയ്യില്ല, എനിക്കിങ്ങനെ എന്നും കാണാലോ. പിന്നെ ആ നിക്കർ ഫോട്ടോയും കൊള്ളാട്ടോ. അയ്യോ, അപ്പം അതും സെൻഡിയോ? ഷോ, അവളുടെ ഒരു കാര്യം നോക്കിക്കോ, അവൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നിദ്ര പല്ലിരുമ്മിക്കൊണ്ട് പറഞ്ഞു. ഇച്ചായ, അത് ഡിലീറ്റ് ചെയ്യ്. അന്നേരം അവൻ കുറുമ്പോടെ ഇല്ലെന്ന പോലെ തലയനക്കി. ഇച്ചായ, ഫോണിങ്ങതാ. എന്തിനാ? ഡിലീറ്റ് ചെയ്യാനാ? ഇപ്പം കിട്ടും, നോക്കിയിരുന്നു. അതും പറഞ്ഞവൻ അവളുടെ മടിയിൽ നിന്നും എഴുന്നേറ്റ് ഫോട്ടോയിലേക്ക് ഒന്നുകൂടെ കണ്ണോടിച്ചു. അവൾ നാണത്തോടെ നഖം കടിച്ചു. അന്നും ഇന്നും ഭംഗിക്കൊരു കുറവില്ല. പക്ഷേ അത്രയും പറഞ്ഞു നിർത്തി കുറുമ്പ് നിറഞ്ഞ ചിരിയോടെ അവളുടെ കാതോരം എന്തോ സ്വകാര്യം പറഞ്ഞതും അവൾ നാണത്തോടെ അവൻ്റെ കവിളിൽ അമർത്തി കടിച്ചു. അവൻ തൻ്റെ ഫോൺ ഒരിടത്ത് വെച്ച് അവളെ തൻ്റെ മടിയിലേക്ക് വലിച്ചിട്ടു. അവളുടെ സാരിക്കുള്ളിലൂടെ കൈയിട്ട് ബ്ലൗസിന് മീതിയായി അവളുടെ മൃദുലത ഞെരിച്ചു. അവൻ്റെ പ്രവൃത്തിയിൽ അവൾ നീങ്ങിപ്പോയിരുന്നു. അതോടൊപ്പം അവൻ അവളുടെ അതരങ്ങൾ കവർന്നിരുന്നു. ചുംബന തീവ്രതയിൽ അവൻ്റെ കൈകളുടെ കുറുമ്പ് കൂടി വന്നതും അവൾ അവനെ തള്ളി മാറ്റി തറവാടിൻ്റെ നടുമുറ്റത്തിലെ വരാന്തയിലൂടെ മുന്നോട്ട് ഓടി. നിത്തു, നിക്ക്,
ഷോൺ ചിരിച്ചുകൊണ്ട് പിന്നാലെ വിളിച്ചു. ഇല്ല, പിടിക്കാൻ പറ്റുന്നില്ലേ, പിടിക്ക്. അവൾ തിരിഞ്ഞു നോക്കി നാക്ക് നീട്ടി കളിയാക്കി. നടുമുറ്റത്തിൻ്റെ നടുവിലേക്ക് വീണു നിൽക്കുന്ന നിലാവെളിച്ചത്തിൽ അവളുടെ സാരി കാറ്റിൽ പതിയെ ഇളകി. പഴമയുടെ ഗന്ധം നിറഞ്ഞ ആ നാലുകെട്ട് തറവാടും അവരുടെ ചിരികളും ചേർന്ന് ഒരു മനോഹര നിമിഷം തീർത്തു. നിദ്ര നടുമുറ്റത്തിനോട് ചേർന്നുള്ള ആ മരത്തിൽ തീർത്ത ഊഞ്ഞാലിൽ ചെന്നിരുന്നു. അവൻ്റെ പ്രണയഭാവത്തിൽ നോക്കി. ഇളം കാറ്റിനാൽ അവളുടെ സാരിയും മുടിയിഴകളും പാറി പറക്കുന്നുണ്ട്. ഷോൺ പതുക്കെ നടന്ന് അവളുടെ അടുത്തേക്കെത്തി. ഊഞ്ഞാലിൽ ഇരുന്ന നിദ്രയുടെ കണ്ണുകളിൽ ഇപ്പോഴും കളിയുടെയും കുറുമ്പിൻ്റെയും തിളക്കം നിറഞ്ഞിരുന്നു. അവൻ ഊഞ്ഞാലിൻ്റെ അരികിൽ അവളുടെ ഇടതുവശം ചേർന്ന് ഇരിക്കാനൊരുങ്ങവേ അവൾ ഊഞ്ഞാലിലേക്ക് ചാഞ്ഞു തൻ്റെ കാല് വെച്ച് അവന് മുന്നിൽ തടസ്സം സൃഷ്ടിച്ചു. അവളുടെ പ്രവൃത്തിയിൽ അവൻ്റെ ചുണ്ടിൽ നേർത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. അവൾ തൻ്റെ കാലുയർത്തി കാൽപാദവൻ്റെ നെഞ്ചിൽ വെച്ചു. ആ നിമിഷം അവൻ അവളുടെ കാൽപാദത്തിൽ മൃദുവായി ചുംബിച്ചു. അവളുടെ കിടത്തം കണ്ട് അവൻ അവളെ മൊത്തത്തിലൊന്നൊഴിഞ്ഞു. സാരി അവളുടെ ശരീരത്തോട് ഒട്ടിച്ചേർന്നിട്ടുണ്ട്. സാരി വയറിൽ നിന്നും സ്ഥാനം മാറി കിടന്നിട്ടുണ്ട്. കാറ്റിൻ്റെ വേഗത കൂടിയതും അതൊന്നുകൂടി മേൽപോട്ട് കയറി അവന് മനോഹരമായ നിമിഷങ്ങൾ സമ്മാനിച്ചു. വിടർന്ന കണ്ണാലെ അവൻ ആ കാഴ്ച നോക്കി നിന്നു. ഷോൺ അവളുടെ ഇരു സൈഡിലായി തൻ്റെ കൈ കുത്തി നിന്നു. നിത്തൂസ്, കഴിഞ്ഞ ദിവസത്തെ നിന്റെ ആ പെർഫോമൻസ് ഒക്കെയും ഇപ്പോൾ പുറത്തെടുത്താൽ കൊള്ളായിരുന്നു. അവളുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് അവൻ കുറുമ്പ് നിറഞ്ഞ ചിരിയോടെ പറഞ്ഞു. ആണോ? എന്നാലേ അതൊന്നും ഇപ്പം പറ്റില്ല. വേണേൽ അപ്പം തന്നെ ആസ്വദിക്കണമായിരുന്നു. ഇന്ന് നിങ്ങളുടെ ടേണാണ്, അവൾ കുറുമ്പോടെ പറഞ്ഞു. ഓ, അങ്ങനെയാണോ? എങ്കിൽ ശരി എന്നും പറഞ്ഞു അവൻ അവളുടെ അരികിൽ വന്നിരുന്നു. അവളിലേക്ക് മുഖമടിപ്പിച്ചു. അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് കൂടെ അലഞ്ഞു നടക്കുന്നുണ്ട്. അവളുടെ നെറ്റിയിൽ നിന്നും മൂക്കിലൂടെ പതിയെ താഴേക്ക് അവൻ വിരലോടിച്ചു. അവൻ്റെ വിരൽ അവളുടെ ചുണ്ടുകളെയും തഴുകി താടിയും കടന്ന് തൊണ്ടക്കുഴിയിലൂടെ കഴുത്തിലേക്ക് അരിച്ചിറങ്ങി. അവൻ്റെ വിരൽ അവളുടെ തൊണ്ടക്കുഴിയിലൂടെ കഴുത്തിലേക്ക് എത്തിയപ്പോൾ നിദ്ര ഒരു നിമിഷം അവൻ്റെ കണ്ണിലേക്ക് നോക്കി. ആ നോട്ടത്തിൽ കുറുമ്പും സ്നേഹവും ഒരുപോലെ നിറഞ്ഞിരുന്നു. അവളുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് അവൻ തൻ്റെ കൈവിരലിനാൽ അവളുടെ സാരിയുടെ പിന്നഴിച്ചു മാറ്റിയതും നിദ്രയുടെ കവിളുകളിൽ നാണത്തിൻ്റെ ചുവപ്പ് പടർന്നു. അത് ആസ്വദിച്ചുകൊണ്ടവൻ സാരി തലപ്പ് പതിയെ മാറ്റി. അവൻ്റെ പ്രവൃത്തിയിൽ അവളുടെ കവിളുകൾ അരുണാഭമായി.